പരിശുദ്ധ 8 നോമ്പിൻ്റെ 6-ാം ദിനം. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യം. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്താ ഇത്ര ചിന്തിക്കാനായിട്ടുള്ളത് എന്ന് തോന്നാം. വളർത്തുമൃഗങ്ങളിൽ പശു അത് ഭക്ഷണം കഴിച്ച് പുല്ല് സ്വീകരിച്ചതിന് ശേഷം അത് അയവിറക്കാറുണ്ട്. ഇംഗ്ലീഷിൽ അതിനെ ച്യൂവിങ് ദ കഡ് എന്നാണ് പറയുന്നത്. അത് സ്വീകരിച്ച ആമാശയത്തിലേക്ക് പോയ അതേ ആ പോച്ച പുല്ല് തിരിച്ചെടുത്ത് അത് ചവച്ചരച്ച് ഇറക്കുന്ന, വീണ്ടും അത് കഴിക്കുന്ന പ്രോസസ്സാണത്. സ്നേഹമുള്ളവരെ, ഇതുപോലെ തന്നെയാണ് സ്വീകരിച്ച ദൈവാനുഗ്രഹങ്ങൾ അതിനെ അയവിറക്കുക എന്നത്, ഒരു ധ്യാനം എന്നത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു അനുഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. സ്നേഹമുള്ളവരെ, ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചവരാണ് നമ്മൾ. പരിശുദ്ധ അമ്മ പറയുകയാണ്, ഇവയെല്ലാം ഹൃദയത്തിൽ അവൾ സ്വീകരിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇതിനൊരു ധ്യാനം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന്. പരിശുദ്ധ അമ്മ ഒരു ധ്യാനത്തിലേക്ക് വളരുകയാണ്. നമ്മളൊക്കെ ധ്യാനിക്കാറുണ്ടോ? നമ്മളൊന്ന് ഇരിക്കാറുണ്ടോ? നമ്മളൊന്ന് മനനം ചെയ്യാറുണ്ടോ? ദൈവം തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ടോ? നടന്ന വഴികളെ, ദൈവം കൈപിടിച്ച് നടത്തിയ വഴികളെ തിരിഞ്ഞു നോക്കുന്നതിൻ്റെ പേരല്ലേ ധ്യാനം? സ്വർഗത്തോട് മിഴികൾ ഉയർത്തുന്നതിൻ്റെ പേരല്ലേ ധ്യാനം? സ്വർഗത്തെ നിൻ്റെ സമീപത്തിറക്കുന്നതിൻ്റെ പേര് തന്നെയല്ലേ ധ്യാനം? സ്നേഹമുള്ളവരെ, അങ്ങനെ ഒരു ധ്യാനാനുഭവം ഇന്ന് വേണ്ടേ? കുറച്ച് സമയം ഒന്ന് മാറി ഈശോയോടൊപ്പം ആയിരിക്കാൻ പരിശ്രമിക്കാം. ഇന്നത്തെ ദിവസം അങ്ങനെ ധ്യാനാനുഭവത്തിൻ്റെ മൂഡിലേക്ക് മാറിയാലോ? ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.